സംസ്ഥാന ബിജെപി പ്രസിഡന്റിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ശോഭാ സുരേന്ദ്രനോ എം.ടി. രമേശോ രാജീവ് ചന്ദ്രശേഖരോ പുതിയ പ്രസിഡന്റാകും. കെ സുരേന്ദ്രൻ തുടരാനുള്ള സാധ്യതയും സജീവം. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ അധ്യക്ഷനെ മാറ്റുന്നത് ഉചിതമല്ല എന്ന അഭിപ്രായം. പോര് പ്രഖ്യാപിച്ച ശശി തരൂരിനെ കണക്കറ്റ് വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം. വെളുപ്പാൻ കാലം മുഴുവൻ വെള്ളം കോരിയിട്ട് സന്ധ്യയ്ക്ക് കുടമുടക്കുന്ന പണിയെന്ന് വീക്ഷണം. ശശി തരൂരിനെ വിയോജിപ്പറിയിച്ചെന്ന് കോൺഗ്രസ് നേതൃത്വം. ശശി തരൂർ തിരുത്തണമെന്ന് കെ മുരളീധരൻ. ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 8ാം ദിവസം. രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ നിലപാടിൽ കടുത്ത അതൃപ്തി. സമരം കടുപ്പിക്കാൻ ആലോചന. വീണ്ടും ചർച്ച നടത്താൻ ആരോഗ്യവകുപ്പ്. നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. അവസരം വാഗ്ദാനം ചെയ്ത് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെ. നടി പീഡന വിവരം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രം. പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിലെന്ത്? രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പോലീസ്. ബിജെപി RSS പ്രവർത്തകർ കൊന്നതെന്ന് CPM. പങ്കില്ലെന്ന് BJP. 3 പേർ കസ്റ്റഡി. ഡൽഹിക്ക് പിന്നാലെ ബീഹാറിലും സിക്കിമിലും ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത. പ്രഭവ കേന്ദ്രം ന്യൂഡൽഹി. ഡൽഹിയിലും NCRലും ശക്തമായ പ്രകമ്പനം. ഡൽഹി മുഖ്യമന്ത്രിയെ ഇനിയും തീരുമാനിച്ചില്ല. MLA-മാരുടെ യോഗം മറ്റന്നാൾ. സത്യപ്രതിജ്ഞ വ്യാഴാഴ്ചയുണ്ടായേക്കും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം എങ്ങനെയെന്നാലോചിച്ച് സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം വൈകിട്ട് 5-ന്. 530 കോടിയുടെ കേന്ദ്ര വായ്പ ചെലവഴിക്കലും ചർച്ചയാകും. വിനിയോഗ കാലാവധി നീട്ടിച്ചോദിക്കുന്നതും സർക്കാർ പരിഗണനയിൽ. മുറിവുണങ്ങാത്ത ആന വീണ്ടും ആതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ. നിലയുറപ്പിച്ചിരിക്കുന്നത് വെറ്റിലപ്പാറ ക്ഷേത്രത്തിനടുത്ത്. ഇന്ന് ദൗത്യമുണ്ടാകാനുള്ള സാധ്യത മങ്ങി. കുങ്കിയാനകളെ ഇന്നെത്തിക്കും. മൂന്നാറിൽ ഗ്യാസ് ലോറി ആക്രമിച്ച് കാട്ടുകൊമ്പൻ പടയപ്പ.